നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ നോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ PSC പരീക്ഷയിലും പല അഭിമുഖങ്ങളിലും സ്ഥിരമായി ചോദിച്ചു വരുന്ന 300 ചോദ്യങ്ങളിൽ നിന്ന് 40 ചോദ്യങ്ങളാണ്. ദയവായി ഒരു അപേക്ഷയുണ്ട്, എന്തെങ്കിലും പഠിക്കുന്ന ആഗ്രഹമുള്ളവർ മാത്രം വീഡിയോ കാണുക. ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല. സോ ദയവായി സഹകരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചോദ്യം 1. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം? ഉത്തരം ബോംബെ സമാചാർ. ചോദ്യം 2. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം? ഉത്തരം ഗോവ. ചോദ്യം 3. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 4. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ചോദ്യം 5. വന്ദേ മാതരത്തിൻ്റെ രചയിതാവ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ചോദ്യം 6. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത? ഉത്തരം അരുന്ധതി റോയ്. ചോദ്യം 7. ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി? ഉത്തരം കാവേരി. ചോദ്യം 8. കേരളത്തിൻ്റെ തനതായ നൃത്യം? ഉത്തരം മോഹിനിയാട്ടം. ചോദ്യം 9. മലബാർ മാനുവൽ രചിച്ചത്? ഉത്തരം വില്യം ലോഗൻ. ചോദ്യം 10. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം? ഉത്തരം മഗധ. ചോദ്യം 11. ലോകത്തിലെ ആദ്യത്തെ പത്രം ഏത് രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ചൈന. ചോദ്യം 12. രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം? ഉത്തരം ഇംഗ്ലണ്ട്. ചോദ്യം 13. ലോകത്തെ ആദ്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം? ഉത്തരം USA. ചോദ്യം 14. ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യ രാഷ്ട്രം? ഉത്തരം ഇംഗ്ലണ്ട്. ചോദ്യം 15. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം?
ഉത്തരം ഓസ്ട്രേലിയ. ചോദ്യം 16. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം? ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ചോദ്യം 17. ഏറ്റവും കൂടുതൽ ജൂതന്മാർ ഉള്ള രാഷ്ട്രം? ഉത്തരം ഇസ്രായേൽ. ചോദ്യം 18. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം? ഉത്തരം ഇന്ത്യ. ചോദ്യം 19. ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ്? ഉത്തരം ജെ.കെ. റൗളിംഗ്. ചോദ്യം 20. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സുഹൃത്തുക്കളെ, ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്യുക. ചോദ്യം 21. ഹോർത്തൂസ് മലബാറിക്സ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം? ഉത്തരം മലബാറിൻ്റെ പൂന്തോട്ടം. ചോദ്യം 22. മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? ഉത്തരം രാജാ രവിവർമ്മ. ചോദ്യം 23. ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെ കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ ഏതു കലാകാരൻ്റെ? ഉത്തരം എഡ്മണ്ട് തോമസ് ക്ലിന്റ്. ചോദ്യം 24. സെന്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏത്? ഉത്തരം മാർഗം കളി. ചോദ്യം 25. ആശയവിനിമയ രംഗത്ത് സൈമലി സംഭാവന ചെയ്ത വ്യക്തി ആര്? ഉത്തരം സ്കോട്ട് സൽമാൻ. ചോദ്യം 26. യവനരുടെ വാത്മീകി എന്ന് അറിയപ്പെടുന്ന അന്ധകവി? ഉത്തരം ഹോമർ. ചോദ്യം 27. ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ഉത്തരം ത്രിപീഡിക. ചോദ്യം 28. സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏത്? ഉത്തരം ഗുരു ഗ്രന്ഥ് സാഹിബ്. ചോദ്യം 29. ഡൽഹിയിലെ ലേഡി ശ്രീറാം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇവർ
നോബൽ സമാധാന സമ്മാന ജേതാവാണ്. ആരാണ് ആ വ്യക്തി? ഉത്തരം ആങ് സാൻ സൂചി. ചോദ്യം 30. ആരുടെ 200ാം ജന്മവാർഷികത്താണ് ഇന്ത്യ സ്പർശനത്താൽ മനസ്സിലാക്കുവാൻ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഉത്തരം ലൂയിസ് ബ്രെയ്ലി. സുഹൃത്തുക്കളെ, ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ചോദ്യം 31. ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം? ഉത്തരം കുങ്കുമപ്പൂവ്. ചോദ്യം 32. സസ്യചലനങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ക്രൈസ്കോഗ്രാഫ്. ചോദ്യം 33. സസ്യങ്ങൾക്ക് ജീവൻ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെ.സി. ബോസ്. ചോദ്യം 34. ക്രൈസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെ.സി. ബോസ്. ചോദ്യം 35. ഹരിതകത്തിൽ അടങ്ങിയ മൂലകം? ഉത്തരം മഗ്നീഷ്യം. ചോദ്യം 36. ഏകരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം? ഉത്തരം ന്യൂയോർക്കിലെ മാൻഹാട്ടൻ. ചോദ്യം 37. യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ഇറ്റലി. ചോദ്യം 38. യൂറോപ്പിലെ കളിസ്ഥലം എന്ന് അറിയപ്പെടുന്ന രാജ്യം? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ചോദ്യം 39. ഏകരാഷ്ട്ര സംഘടനയുടെ നിയമ പുസ്തകം? ഉത്തരം UN ചാർട്ടർ. ചോദ്യം 40. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടിൽ ഒപ്പുവെച്ചത് ആരാണ്? സുഹൃത്തുക്കളെ, ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ഉത്തരം അറിയാമെങ്കിൽ ദയവായി കമൻ്റ് ചെയ്യുക. അറിയില്ലെങ്കിൽ വിവരണം കാണുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം അടുത്ത ആഴ്ച ഇതേ നേരത്ത്. സ്റ്റേ ഗോഡ് ബ്ലെസ്ഡ് ആൻഡ് ഗുഡ് ബൈ.